അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരംഭ പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, പെണ്ണെ, 4 കാര്യം ശ്രദ്ധിച്ചാൽ നീ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. 1. ഇദാ സ്വല്ലത്തിൽ മർഅത്തു ഖംസഹ, 5 വക്ത് നിസ്കാരം. 2. വസ്വാമത്തു ഷഹ്റഹ, റമളാൻ മാസം നോമ്പനുഷ്ഠിച്ചാൽ. 3. വഹഫ്ളത്തു ഫർജഹ, നിന്റെ ഗുഹ്യ ഭാഗം സൂക്ഷിച്ചാൽ. 4. വഅതാഅത്തു സൗജഹ, നിന്റെ ഭർത്താവിനെ അനുസരിച്ചാൽ. നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി അറബിക്കടൽ കടന്ന് അക്കരെ മഈഷത്ത് തേടുന്ന പ്രിയപ്പെട്ട ഭർത്താവ്, നാടുകളിലും മറുനാടുകളിലും ഒരുപാട് ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ഭർത്താക്കന്മാർ, ആ ഭർത്താക്കന്മാരനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട് എന്ന് ആരംഭ പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. നമുക്കറിയാം, ദിനം പ്രതി സോഷ്യൽ മീഡിയകളിലൂടെ, വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ. 5ഉം 6ഉം മക്കളുള്ള ഉമ്മ മറ്റൊരുത്തൻ്റെ കൂടെ പോയി, 5ഉം 6ഉം മക്കളുള്ള ഭർത്താവ് മറ്റൊരുത്തിയുടെ കൂടെ പോയി. എന്തുകൊണ്ടാണെന്ന് നാം ഒന്ന് അന്വേഷിച്ചിട്ടോ പഠിച്ചിട്ടോ ഉണ്ടോ? അവർ മനസ്സ് തുറന്ന് സംസാരിക്കാത്തത് കൊണ്ടാണ്. അവർക്ക് നഷ്ടപ്പെടുന്നത് സ്നേഹമാണ്. ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ സമയം ഭാര്യയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നില്ല, ഭർത്താവിന് വേണ്ടി ചെലവഴിക്കുന്നില്ല. അടുക്കളയുടെ ഇല്ലായ്മകൾ, കുടുംബത്തിൻ്റെ കഥകൾ, ചുറ്റുപാടുകൾ, അവസ്ഥകൾ ഭർത്താവിനോട് മനസ്സ് തുറന്ന് പറഞ്ഞ് അത് കേൾക്കാൻ വേണ്ടി ഭർത്താവ് തയ്യാറായാൽ, പുറത്തു പോകുന്ന ഭർത്താവിൻ്റെ ടെൻഷനുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഇല്ലായ്മയും വല്ലായ്മയും പറയുമ്പോൾ അത് കേൾക്കാൻ ഒരു ഭാര്യയും തയ്യാറായാൽ അവിടെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഒരു വട്ടമേശയിലിരുന്ന് ഭർത്താവും ഭാര്യയും മക്കളും ഭക്ഷണം കഴിക്കുന്ന ഒരു സംവിധാനം നമ്മളെ വീടുകളുണ്ടെങ്കിൽ അവിടെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. എല്ലാം മനസ്സു തുറന്ന് പറയാൻ, മനസ്സു തുറന്ന് സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാവണം. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബജീവിതം. നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ആ പാവം കഷ്ടപ്പെടുന്നത്? അവർക്കൊരു ലക്ഷ്യമുണ്ട്. മക്കൾ ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം, ഉസ്താദാവണം, ആലിമാവണം. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി അവർ അധ്വാനിക്കുന്നു. തിരക്കിൻ്റെ ഇടയിൽ അവർ നമ്മെ വിളിക്കുന്നു. നമ്മുടെ പരാതി 1 മണിക്കൂർ സംസാരിക്കുന്നില്ല. എന്നാൽ നട്ടപ്പാതിരാ സമയത്ത് നരമ്പ് രോഗികൾ 2ഉം 3ഉം മണിക്കൂറും ചെലവഴിക്കാൻ തയ്യാറാകുന്നു. അത് വിപത്താണ്, അത് അപകടമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് വഴുകുന്നു. ഒരു പാവപ്പെട്ടവൻ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അവൻ്റെ ജോലി തിരക്കുകൾ മാറ്റിവെച്ചിട്ട് നമുക്ക് തരുന്ന അരമണിക്കൂർ, 10 മിനിറ്റ് വിലപ്പെട്ടതാണ്. കൂടെ കിടക്കുന്നവനെ ചതിക്കരുതെൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ. ഭർത്താക്കന്മാരോട് വളരെ സ്നേഹത്തോടുകൂടെ പറയുന്നു, നമ്മളെ മാറോടണച്ച് കൽബിൽ കൊണ്ടു നടക്കുന്ന വീട്ടിൻ്റെ അകത്തളങ്ങളിൽ ഒരു പാവപ്പെട്ട പെണ്ണുണ്ട് എന്നോർക്കണം. ഏതെങ്കിലും തൊലി വെളുപ്പിൻ്റെ പിന്നാലെ, ഏതെങ്കിലും സമ്പത്തിൻ്റെ പിന്നാലെ ഒരിക്കലും നമ്മൾ ഓടാൻ പാടില്ല. കാരണം ആ പാവപ്പെട്ട പെണ്ണ് നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. നിസ്കാരപ്പാഴയിലിരുന്ന്
പടച്ചറബിൻ്റെ ദർബാറിലേക്ക് കരമുയർത്തുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. സന്തോഷത്തോടുകൂടെ ജീവിക്കണം. നമ്മളെ കണ്ടിട്ടാണ് ഈ മക്കൾ വളരുന്നത്. അതല്ലേ ഖുർആൻ പറയുന്നത്, കൂ അൻഫുസക്കും വ അഹ്ലീക്കും നാറ. നീ സൂക്ഷിക്കണം. അൻഫുസക്കും, ആദ്യം സ്വയം സൂക്ഷിക്കണം. നമ്മൾ ആദ്യം നന്നാവണം. വ അഹ്ലീക്കും, പിന്നെ കുടുംബത്തെയും നന്നാക്കണം, സൂക്ഷിക്കണം. നാറ, കത്തിയാളുന്ന ഭീകരമായ നരക കുണ്ഠാരത്തിൽ നിന്ന്. നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത്, ഉമ്മമാരെ, നമ്മൾ നട്ടപ്പാതിരാ സമയത്ത് ഫോണിലാണോ, നമ്മളെ മക്കളും ആ രൂപമുണ്ടാകും. നമ്മൾ ഹറാമിലൂടെയാണോ ജീവിക്കുന്നത്, നമ്മളെ മക്കളും അതുപോലെയാകും. നമ്മൾ സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമുണ്ടാകില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, കുടുംബം നന്നാക്കുക, നമ്മളുടെ ജീവിതം നന്നാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ 4 കാര്യം ഒരു പെണ്ണിലുണ്ടായാൽ ആ പെണ്ണിനോട് പറയുന്ന വാക്കുണ്ട്, നീ ഉദ്ദേശിച്ച വഴിയിലൂടെ സ്വർഗം വാതിലുകൾ നിന്റെ മുമ്പിൽ മലർക്കെ തുറക്കപ്പെട്ടിട്ടുണ്ട്. നീ ഉദ്ദേശിച്ച വഴിയിലൂടെ സ്വർഗത്തിലേക്ക് കടന്നോ എന്ന് ആരംഭ പൂവായ മുത്തൊളിമുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ ഹദീസ് മനസ്സിലാക്കി പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടുകൂടെ നിസ്കാരം നിലനിർത്തി ഗുഹീയ ഭാഗങ്ങൾ സൂക്ഷിച്ച് റമദാനിൽ നോമനുഷ്ഠിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണേ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും, നിങ്ങളും എനിക്ക് വേണ്ടി ദുആ ഇറക്കണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.